ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് വ്ളോഗ്സ്. ഏഞ്ചൽസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് പഞ്ചവടി ബീച്ചിന് സമീപം പ്രവർത്തിച്ചു വരുന്ന സിസോ മറൈൻ വേൾഡ് ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയങ്ങളിൽ ഒന്നാണ് സിസോ മറൈൻ വേൾഡ്. സിസോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനിക് സ്റ്റഡീസിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ നമുക്ക് അണ്ടർ വാട്ടർ ടണൽ, സിലിണ്ടറിക്കൽ അക്വേറിയം, കാർ അക്വേറിയം, അങ്ങനെ നിരവധി ഇനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഈ ഗ്ലാസ് ടണലാണ്. സമുദ്രത്തിനടിയിലൂടെ നടന്നു പോകുന്ന ഒരു അനുഭൂതി ഇവിടെ ലഭിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ സിലിണ്ടറിക്കൽ അക്വേറിയവും വ്യത്യസ്ത രീതിയിൽ രൂപകൽപ്പന ചെയ്ത കാർ അക്വേറിയവും ഇവിടെ കാണാവുന്നതാണ്. വിവിധതരം ജലജീവികൾ, സ്റ്റിംഗ്റേ, അരാപൈമ, സിൽവർ അലിഗേറ്റർ ഗാർ തുടങ്ങി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അപൂർവ ഇനങ്ങളായ ശുദ്ധജല, ഉപ്പുജല മത്സ്യങ്ങളെ ഇവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല ഫിഷ് ഫീഡിംഗ്, ഫിഷ് പെഡിക്യൂർ, ഗ്ലാസ് ബ്രിഡ്ജ്, പക്ഷി വളർത്തൽ കേന്ദ്രം, കുട്ടികൾക്കായുള്ള പാർക്ക് എന്നിവയും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. സിസോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനിക് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എക്സ്പാറ്റ്സ് ആയ ബിസിനസ്സുകാരും എഞ്ചിനീയർമാരും അടങ്ങുന്ന സംഘമാണ് 2007 ഈ കമ്പനിക്ക് രൂപം നൽകിയത്. ഈ ബൃഹത്തായ ആശയത്തിൻ്റെ ബുദ്ധി കേന്ദ്രം ഇതിൻ്റെ സ്ഥാപകനും സിഇഒയും ആയ ശ്രീ ഫൈസൽ ആറോ ആണ്. ലണ്ടനിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയങ്ങളിൽ പരിചയമുള്ള ആളും ലോകമെമ്പാടുമുള്ള സമുദ്രജീവികളുടെയും അക്വേറിയങ്ങളുടെയും പഠനം നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിന് ഈ സംരംഭത്തിന് അടിത്തറയിടാൻ സഹായകരമായത്. മിഡിൽ ഈസ്റ്റിൽ ബിസിനസ് ചെയ്യുന്ന പ്രമുഖനായ നൗഷർ മുഹമ്മദ് ഉൾപ്പെടെയുള്ള മറ്റു പ്രവാസി സംരംഭകരുടെയും കൂട്ടായ്മയും ഇതിൻ്റെ സാക്ഷാത്കാരത്തിന് പിന്നിൽ വലിയൊരു കൈയുണ്ട്. സമുദ്രങ്ങളെയും ശുദ്ധജല ആവാസ വ്യവസ്ഥയെയും കുറിച്ചും ജലജീവികളെക്കുറിച്ചും പൊതുജനങ്ങളിലും പ്രത്യേകിച്ച് പുതിയ തലമുറയിലും അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ സംരംഭത്തിൻ്റെ പ്രധാന ലക്ഷ്യം. സമുദ്രങ്ങളുടെ സ്വാധീനം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുന്നതിനുമുള്ള ഒരു റിസർച്ച് ആൻഡ് സ്റ്റഡി സെൻറ്റർ കൂടിയാണ് മറൈൻ വേൾഡ്. വർഷങ്ങളുടെ പ്ലാനിങ്ങിനൊടുവിൽ 2021 ജനുവരി 1 ഈ പബ്ലിക് അക്വേറിയം പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി തുറന്നു കൊടുത്തത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയങ്ങളിൽ ഒന്നായി ഇത് കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ വലിയൊരു അടയാളമായി മാറിക്കഴിഞ്ഞു. ഇതൊരു പ്രവാസി സംരംഭത്തിൻ്റെ വലിയ വിജയഗാഥയും
സമുദ്ര പഠനത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൻ്റെ ഫലമായും അവതരിപ്പിക്കാവുന്നതാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:30 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് പ്രവർത്തിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ നമുക്ക് നോക്കാം. മുതിർന്നവർക്ക് 400 രൂപയും മുതിർന്ന പൗരന്മാർക്ക്, അതായത് സീനിയർ സിറ്റിസൺ 60 വയസ്സ് മുകളിലുള്ള ജനങ്ങൾക്ക് 350 രൂപയും, കുട്ടികൾക്ക് 95 സെൻറ്റിമീറ്റർ മുതൽ 140 സെൻറ്റിമീറ്റർ വരെ ഉയരമുള്ള കുട്ടികൾക്ക് 280 രൂപയുമാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അക്വേറിയം സന്ദർശനത്തിനോടൊപ്പം പ്രത്യേക പാക്കേജുകളും ലഭ്യമാണ്. അതുപോലെ സീസണുകൾക്കനുസരിച്ച് ടിക്കറ്റ് നിരക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിനടിയിലെ ഒരു ചെറിയ ലോകം തന്നെയാണ് ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എവിടെ നോക്കിയാലും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ്. ആമസോൺ നദികളിലെ ഭീമൻ മത്സ്യങ്ങൾ മുതൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനം കവരുന്ന കളർഫുൾ മത്സ്യങ്ങൾ വരെ ഇവിടെ കാണാവുന്നതാണ്. ഓരോ ടാങ്കിൻ്റെയും വശങ്ങളിൽ ആ മത്സ്യങ്ങളുടെ പ്രത്യേകതകളും അവയുടെ ശാസ്ത്രനാമങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് അറിവ് പകരുന്നതിനോടൊപ്പം തന്നെ വലിയൊരു വിഷ്വൽ ട്രീറ്റ് കൂടെയാണ്. സമുദ്ര ശാസ്ത്ര പഠനത്തോടൊപ്പം മികച്ചൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടം. അണ്ടർ വാട്ടർ ടണൽ സന്ദർശകർക്ക് സമുദ്രത്തിനടിയിലൂടെ നടന്നു പോകുന്നത് പോലെയുള്ള ഒരു അനുഭവം നൽകുന്ന വലിയ ഗ്ലാസ് ടണൽ ആണ് ഉള്ളത്. ഇതിൻ്റെ പ്രധാന ആകർഷണമാണ് ഈ ഗ്ലാസ് ടണൽ. അതുപോലെ തന്നെ വിവിധ ഇനം ജീവികൾ, സ്രാവുകൾ, സ്റ്റിംഗ്രേ, ഭീമാകാരമായ അരപ്പൈമ തുടങ്ങി വിവിധങ്ങളായ നൂറുകണക്കിന് ഇനം അപൂർവ ജലജീവികളും ഇവിടെ കാണാവുന്നതാണ്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സിലിണ്ടറിക്കൽ അക്വേറിയം ഇവിടെ കാണാവുന്നതാണ്. മാത്രമല്ല പക്ഷി സങ്കേത കേന്ദ്രം, കുട്ടികളുടെ പാർക്ക്, ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങി വിവിധ ഇനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ആകർഷണമായ മറ്റൊരു ഇനമാണ് ഡീപ്പ് ഇമ്മേഴ്സ്ഡ് വ്യൂ. അതായത് നമ്മൾ കടലിനടിയിലൂടെ അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അതവർ ചെയ്തു വച്ചിട്ടുണ്ട്. അതൊരു കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ്. ലോകാത്ഭുതങ്ങളെ സമുദ്രത്തിനടിയിലെ പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്ന ഡീപ്പ് വണ്ടേഴ്സ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ സമുദ്രജീവിതത്തെ അടുത്തറിയാനും പഠിക്കാനുമുള്ള പ്രധാനപ്പെട്ട ഒരു പഠന വിനോദ കേന്ദ്രമായി ഇന്ന് മറൈൻ വേൾഡ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സമുദ്രജീവികളെക്കുറിച്ചും ജൈവ വ്യവസ്ഥയെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് നേരിട്ട് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള അവസരം ഇവിടെ ലഭിക്കുന്നു.
അതുകൊണ്ട് തന്നെ സ്റ്റഡി ടൂറുകൾക്ക് അനുയോജ്യമായ ഒരു ഇടമാണ് മറൈൻ വേൾഡ്. സുവോളജി, മറൈൻ സയൻസ് തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്കൂൾ കുട്ടികൾക്കും വിജ്ഞാനം യാത്രകൾക്കും ഇത് വളരെ പ്രയോജനപ്രദമാണ്. ആഴക്കടൽ അനുഭവം സമുദ്രത്തിനടിയിലൂടെ നടന്നു പോകുന്ന പ്രതീതി ജനിപ്പിക്കുന്ന വലിയൊരു ഗ്ലാസ് ടണലാണ് ഇവിടെ അവർ സജ്ജീകരിച്ചിരിക്കുന്നത്. മുകളിലൂടെ നീന്തിപ്പോകുന്ന സ്രാവുകൾ, കൂറ്റൻ സ്റ്റിംഗ്രേ തുടങ്ങിയ വലിയ സമുദ്രജീവികൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ വശങ്ങളിലൂടെയും നീന്തിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. വലിയ ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ്സിലൂടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകളും വിവിധ ഇനം വർണ്ണ മത്സ്യങ്ങളും യാതൊരു തടസ്സവുമില്ലാതെ ആസ്വദിക്കാൻ ഇവിടെ സാധിക്കുന്നതാണ്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആഴക്കടലിലെ ലോകാത്ഭുതങ്ങൾ മറൈൻ വേൾഡിലെ പുതിയൊരു പ്രധാന ആകർഷണമാണിത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചരിത്രപ്രധാനമായ സ്മാരകങ്ങളും ലോകാത്ഭുതങ്ങളും, ഉദാഹരണത്തിന് താജ്മഹൽ, ഈജിപ്ഷ്യൻ പിരമിഡുകൾ, ടൈറ്റാനിക് കപ്പലിൻ്റെ മാതൃക തുടങ്ങിയവ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മുങ്ങിപ്പോയെന്ന രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ദൃശ്യവുമാണ് ഈ ഡീപ്പ് വണ്ടേഴ്സ്. സിനിമാ ദൃശ്യങ്ങളും ലൈറ്റിങ്ങും ആഴക്കടൽ അന്തരീക്ഷവും സംയോജിപ്പിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഏകദേശം 8 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഇമ്മേഴ്സീവ് അനുഭവം സന്ദർശകർക്ക് ഇവിടെ ലഭിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സിലിണ്ടറിക്കൽ അക്വേറിയം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനകത്ത് വിവിധ തരം അപൂർവ മത്സ്യങ്ങളും കാണാം. ഓവർഹെഡ് സ്പീഡ് അക്വേറിയങ്ങൾ ജലാശയങ്ങളുടെ അടിത്തട്ടിലെ പരിസ്ഥിതിയെ കൃത്യമായി പുനഃസൃഷ്ടിക്കുന്ന വലിയ ടാങ്കുകൾ ഇവിടെയുണ്ട്. കോറൽ റീഫുകളും വൈവിധ്യമാർന്ന ശുദ്ധജല കടൽ മത്സ്യങ്ങളും ഇതിൻ്റെ ഭംഗി കൂട്ടുന്നു. സമുദ്രത്തിനുള്ളിൽ നേരിട്ടിറങ്ങിയ പോലുള്ള ഒരു ദൃശ്യാനുഭവം നൽകുവാൻ പര്യാപ്തമായ രീതിയിലാണ് സിസോ മറൈൻ വേൾഡ് ആഴക്കടൽ കാഴ്ചകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ ഡീപ്പ് ഡൈവ് അഥവാ ഇമ്മേഴ്സ്ഡ് വ്യൂ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ കുടുംബമായും കൂട്ടുകാരുമായും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ഇടം തന്നെയാണ് ഈ സിസോ മറൈൻ വേൾഡ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മറൈൻ വേൾഡ് യാത്ര അവസാനിക്കുകയാണ്. കേരളത്തിൽ ഇത്രയും മനോഹരമായ അണ്ടർ വാട്ടർ ലോകം ഉണ്ടെന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്.
വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ വന്ന് ഒരു ദിവസം മുഴുവൻ ആസ്വദിക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും പറ്റിയ കിടിലൻ സ്പോട്ടാണ് സിസോ മറൈൻ വേൾഡ്. നിങ്ങൾ ആരെങ്കിലും ഇതിനകം സിസോ മറൈൻ വേൾഡ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻസും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതുപോലുള്ള യാത്രാ വിവരങ്ങൾക്കായി നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു കിടിലൻ വ്ലോഗുമായി എത്തുന്നതുവരെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ റിബിൻ, ഏഞ്ചൽസ് വ്ലോഗ്സ്. സ്റ്റേ ട്യൂൺ.